നമസ്കാരം. ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളും വിശേഷങ്ങളും പരിശോധിക്കാം. ഇന്ന് ഒട്ടുമിക്ക പത്രങ്ങളും നൽകിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. അതിൽ ഒന്ന്, നടൻ സിദ്ദിഖിന്റെ ജാമ്യ ഹർജി ഹൈക്കോടതി തള്ളിയതുമായി ബന്ധപ്പെട്ട വാർത്ത. മറ്റൊന്ന്, നടനും MLAയുമായ മുകേഷിനെ ചോദ്യം ചെയ്യലിനു വേണ്ടി പോലീസ് അറസ്റ്റ് ചെയ്ത് വിട്ടയച്ചതുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. ഈ രണ്ട് വാർത്തകളല്ലാതെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയായി ഇന്ന് പത്രങ്ങൾ വലിയ പ്രാധാന്യത്തോടെ കൊടുത്തിട്ടുള്ളത് ADGP MR അജിത് കുമാർ തൃശ്ശൂർ പൂരം അലങ്കോലപ്പെട്ടതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് DGPക്ക് നൽകുന്നു. DGP അതിൽ വിയോജിപ്പ് അറിയിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അത് പൂർണ്ണമല്ല എന്ന തൻ്റെ അറിയിപ്പും കൂടെ ചേർത്ത് മുഖ്യമന്ത്രി പിണറായി വിജയന് കൈമാറിയതുമായി ബന്ധപ്പെട്ട വാർത്ത. കേരളത്തിന് പുറത്തുള്ള മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത എന്നത്, ഇസ്രായേൽ പോരാട്ടത്തിൽ ലെബനനിൽ 558 മരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്, 560 അങ്ങനെ പല കണക്കുകൾ രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ചില പത്രവാർത്തകൾ. എന്തായാലും എല്ലാ വാർത്തകളും എങ്ങനെയാണ് ഓരോ പത്രങ്ങളും നൽകിയിട്ടുള്ളത്, അവരുടെ രാഷ്ട്രീയം അനുസരിച്ച്, അവരുടെ സ്വഭാവം അനുസരിച്ച് ഏത് തരത്തിലാണ് ആ വാർത്തകളെല്ലാം നോക്കിക്കണ്ടിട്ടുള്ളത് എന്നുള്ളതെല്ലാം പരിശോധിക്കാം. ആദ്യം മാതൃഭൂമിയാണ്. മാതൃഭൂമി സിദ്ദിഖിന്റെ വാർത്തയ്ക്ക് വലിയ പ്രാധാന്യം നൽകുന്നു. ലുക്കൌട്ട് എന്ന തലക്കെട്ടോടുകൂടി സിദ്ദിഖിനെതിരായ ലുക്കൌട്ട് നോട്ടീസ് പോലീസ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. ആ ലുക്കൌട്ട് നോട്ടീസിന്റെ മാതൃകയിലാണ് ആ വാർത്ത നൽകിയിട്ടുള്ളത്. ഇടതുഭാഗത്ത് സിദ്ദിഖിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ, വലതുഭാഗത്ത് കോടതി പറഞ്ഞ കാര്യങ്ങൾ ഓരോന്നായി അക്കമിട്ട് നിരത്തുന്നു. എന്താണ് കേസ് എന്നുള്ളത് അതിനോടൊപ്പം കൊടുക്കുന്നു. കൂടാതെ ബലാത്സംഗ കേസിൽ സിദ്ദിഖിന് ജാമ്യമില്ല, വിദേശത്തേക്ക് കടക്കാതിരിക്കാൻ ലുക്കൌട്ട് നോട്ടീസ് സർക്കുലർ ഇറക്കി, സിദ്ദിഖ് ഒളിവിൽ വ്യാപക തിരച്ചിൽ എന്നുള്ളതാണ് മറ്റ് പ്രധാനപ്പെട്ട പോയിന്റുകളായി ആ വാർത്തയിൽ മാതൃഭൂമി നൽകിയിട്ടുള്ളത്. വലതുഭാഗത്ത് മുകേഷിനെ അറസ്റ്റ് ചെയ്ത് വിട്ടയച്ചു എന്ന തലക്കെട്ടോടുകൂടി ലൈംഗികാതിക്രമണ കേസിൽ അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം നടനും MLAയുമായ മുകേഷിനെ വൈദ്യപരിശോധനയ്ക്കായി എറണാകുളം ജനറൽ ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ ഉള്ള ചിത്രം, അദ്ദേഹം എല്ലാവരെയും അഭിസംബോധന ചെയ്ത് ചിരിച്ചുകൊണ്ട് ഇറങ്ങി വരുന്നൊരു ചിത്രവും മാതൃഭൂമി അതിനോടൊപ്പം നൽകിയിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയെ നൽകിയിട്ടുള്ളത്, ബെയ്റൂത്ത് ആക്രമിച്ച് ഇസ്രായേൽ ഹിസ്ബുള്ള കമാൻഡറെ വധിച്ചു, മരണസംഖ്യ 558. ആ വാർത്തയാണ് മാതൃഭൂമി വലിയ പ്രാധാന്യത്തോടുകൂടി താഴെ കൊടുത്തിട്ടുള്ളത്. തൃശ്ശൂർ പൂരം അലങ്കോലപ്പെട്ടതുമായി ബന്ധപ്പെട്ട വാർത്തയും മാതൃഭൂമി ആദ്യ പേജിൽ നൽകുന്നു. ADGPയുടെ റിപ്പോർട്ട് അപൂർണമെന്ന് DGP എന്നുള്ളതാണ് അതിൻ്റെ തലക്കെട്ട്. അതായത് ADGP MR അജിത് കുമാർ നൽകിയ റിപ്പോർട്ട് അപൂർണമാണെന്ന് DGP ഉന്നയിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആ റിപ്പോർട്ട് കൈമാറിയതുമായി ബന്ധപ്പെട്ട വാർത്ത. മറ്റു ചില പ്രധാനപ്പെട്ട വാർത്തകൾ മാതൃഭൂമി നൽകിയിട്ടുള്ളത് ഇടതുഭാഗത്ത് ചെറിയ കോളങ്ങളിലായിട്ടാണ്. അതിലൊന്ന്, ആംബുലൻസുകൾ ഇനി സർക്കാർ നിലയ്ക്കില്ല എന്നുള്ള വാർത്ത. മറ്റൊന്ന്, സുപ്രീം കോടതി NRI ക്വാട്ട തട്ടിപ്പ് അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട വാർത്ത. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, ഹൈക്കോടതിയിൽ സിദ്ധരാമയ്യെ കുറ്റവിചാരണ ചെയ്യണമെന്ന് ഹൈക്കോടതി പറഞ്ഞ വാർത്ത. ഈ മൂന്ന് വാർത്തകൾ ചെറിയ പ്രാധാന്യത്തോടുകൂടിയാണ് മാതൃഭൂമി വലതുഭാഗത്ത് കൊടുത്തിട്ടുള്ളത്. ഹരടി അമരസൂര്യ ശ്രീലങ്ക പ്രധാനമന്ത്രിയായ വാർത്ത ചെറിയ കോളത്തിൽ നൽകുന്നുണ്ട് മാതൃഭൂമി. കൗതുക വാർത്ത എന്ന പോലെ മാതൃഭൂമി നൽകിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട വാർത്ത, പാളം വിടാനൊരുങ്ങി ട്രംപ് എന്നുള്ളതാണ്. അതായത് കൊൽക്കത്തയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ട്രാൻസ്പോർട്ട് സംവിധാനമായിരുന്നു ട്രംപ് ഒരു കാലത്ത്. പക്ഷേ ഇപ്പോൾ അതിന് പ്രാധാന്യം കുറഞ്ഞു വരുന്നു. ഇപ്പോൾ ആ ട്രംപ് എല്ലാം പൂർണ്ണമായി ഒഴിവാക്കുവാനാണ് കൊൽക്കത്ത തീരുമാനിച്ചിട്ടുള്ളത്. അതിൽ എസ്പ്ലനേഡ് മൈതാൻ റൂട്ടിലുള്ള ഒരു ട്രാം മാത്രം വെച്ചുകൊണ്ട് ബാക്കിയുള്ളതെല്ലാം ഒഴിവാക്കും. വർഷങ്ങളായി കൊൽക്കത്തയുടെ മുഖമായുള്ള ട്രംപാണ് വിനോദസഞ്ചാരികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കൗതുകരമായ ഒരിടം. എന്നാൽ അവയെല്ലാം ഒഴിവാക്കുന്നു, ഒരെണ്ണം മാത്രം നിലനിർത്തുന്നു എന്ന കൗതുകരമായ വാർത്തയാണ് മാതൃഭൂമി ആദ്യ പേജിൽ നൽകിയിട്ടുള്ളത്. മാതൃഭൂമിയുടെ കാകദൃഷ്ടി എന്ന കാർട്ടൂൺ പരമ്പരയിൽ മുകേഷിനെ അറസ്റ്റ് ചെയ്ത് വിട്ടു, സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യും എന്ന വാർത്തയുടെ കാർട്ടൂണാണ് നൽകിയിട്ടുള്ളത്. അതിന് തലക്കെട്ട് തോമസ് കുട്ടി വിട്ടൂട എന്നുള്ളതാണ്. ജമ്മു കാശ്മീരിലെ രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വാർത്തയ്ക്ക് ചെറിയ പ്രാധാന്യം മാതൃഭൂമി ആദ്യ പേജിൽ നൽകുന്നു. ഇടതുഭാഗത്ത് ചെറുകോളത്തിൽ ആ വാർത്ത നൽകിയിട്ടുണ്ട്. ഇനി കേരള കൗമുദിയിലേക്ക് വരുമ്പോൾ, കേരള കൗമുദി സിദ്ദിഖിൻ്റെയും മുകേഷിൻ്റെയും വാർത്തയ്ക്ക് വലിയ പ്രാധാന്യം നൽകുന്നു. മലയാള സിനിമയ്ക്ക് കളങ്കം, നാണക്കേട് എന്ന തലക്കെട്ടോടു കൂടിയാണ് വാർത്ത നൽകിയിട്ടുള്ളത്. മുകേഷ് അറസ്റ്റിൽ ജാമ്യത്തിൽ വിട്ടു, സിദ്ദിഖ് ഒളിവിൽ എന്ന ഒരു സബ് ഹെഡിങ്ങും അതിനോടൊപ്പം തന്നെയുണ്ട്. ഇടതുഭാഗത്ത് മുകേഷ് ചോദ്യം ചെയ്യലിന് ശേഷം പുറത്തേക്ക് വരുന്ന ചിത്രം. സിദ്ദിഖിൻ്റെ വാർത്തയിലേക്ക് വരുമ്പോൾ, കുരുക്കായി ഹോട്ടൽ തെളിവ് എന്നുള്ളത് ചെറുതലക്കെട്ടോടു കൂടി ആ കേസുമായി ബന്ധപ്പെട്ട പ്രാധാന്യമുള്ള പോയിന്റുകൾ അതിൽ കൊടുക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയെ കേരള കൗമുദി നൽകിയിട്ടുള്ളത്, ഒരുമ്പെട്ട് ഇസ്രായേൽ ലെബനനിൽ മരണം 569 എന്നുള്ള വാർത്തയാണ്. ആ വാർത്തയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഓരോന്നായി അക്കമിട്ട് അതിൽ എഴുതുകയും ചെയ്യുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയെ ആദ്യ പേജിൽ കേരള കൗമുദി കൊടുത്തിട്ടുള്ളത്, തീരപ്രദേശത്ത് വീടുകളുടെ വിലക്ക് നീക്കും എന്നുള്ള വാർത്തയാണ്. 10 ലക്ഷം പേർക്ക് ആശ്വാസമാവുന്ന വാർത്ത ആണിത്. അതായത് സംസ്ഥാനത്തെ 66 പഞ്ചായത്തുകളെ തീരദേശ പാലന നിയമത്തിലെ സോൺ 3-ൽ നിന്ന് 2-ലേക്ക് മാറ്റാൻ കേന്ദ്ര അനുമതി നൽകി 10 ലക്ഷത്തോളം പേർക്ക് ആശ്വാസമാകുന്ന വാർത്ത. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, ഭൂമിതര മാറ്റം അദാലത്ത് ഒക്ടോബർ 25 മുതൽ നവംബർ 15 വരെ എന്നുള്ള വാർത്തയാണ്. വലതുഭാഗത്ത് ചെറുകോളത്തിലാണ് ഡോക്ടർ ഹരണി അമരസൂര്യ ശ്രീലങ്ക പ്രധാനമന്ത്രിയാകുന്ന വാർത്ത നൽകിയിട്ടുള്ളത്. അതിനോടൊപ്പം
മറ്റെല്ലാ പത്രങ്ങളും വലിയ പ്രാധാന്യത്തോട് നൽകിയിട്ടുള്ള ADGPയുടെ വാർത്തയ്ക്ക് ചെറു പ്രാധാന്യത്തോടു കൂടി മാത്രമാണ് കേരള കൗമുദി വലതുഭാഗത്തൊരു കോളത്തിൽ നൽകിയിട്ടുള്ളത്. ADGPക്കെതിരെ അന്വേഷണം തുടങ്ങിയെന്ന വാർത്തയാണ്. അത് വളരെ പ്രാധാന്യമുള്ള വാർത്തയാണ്. പക്ഷേ അത് കേരള കൗമുദി വലതുഭാഗത്ത് ചെറുകോളത്തിൽ മാത്രം നൽകുന്നു എന്നുള്ളതാണ് പ്രത്യേകത. തലവര എന്ന കേരള കൗമുദിയുടെ കാർട്ടൂൺ പരമ്പരയിൽ മുകേഷിനെ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടു, സിദ്ദിഖിനെതിരെ ലുക്കൌട്ട് നോട്ടീസ് എന്ന വാർത്തയുമായി ബന്ധപ്പെട്ട കാർട്ടൂണാണ്. ആ കാർട്ടൂൺ പരമ്പരയുടെ തലക്കെട്ട് താരങ്ങൾ എയറിലാണ് എന്നുള്ള വാർത്തയാണ്. ആകാശത്തുള്ള നക്ഷത്രങ്ങളെ ഒരാൾ നോക്കി നിൽക്കുന്ന ഒരു കാർട്ടൂണാണ് അതിൽ നൽകിയിട്ടുള്ളത്. മാധ്യമത്തിലേക്ക് വരുമ്പോൾ മാധ്യമം കേരളത്തിലെ വാർത്തകളെക്കാൾ കൂടുതൽ പ്രാധാന്യം ഇന്ന് നൽകിയിട്ടുള്ളത് ലബനാനിൽ നടന്ന ആക്രമണവുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. അതിന്റെ തലക്കെട്ട് ലബനാനിൽ കുരുതി തുടർന്ന് ഇസ്രായേൽ എന്നുള്ള വാർത്തയാണ്. 569 മരണങ്ങളാണ് അവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്ന് മാധ്യമം പറയുന്നു. അതിനോടൊപ്പം ലബനാനിൽ നിന്ന് പലായനം ചെയ്തവർ അഭയാർത്ഥി ക്യാമ്പിൽ കിടക്കുന്ന ഒരു ചിത്രവും അതിനോടൊപ്പം തന്നെ നൽകിയിട്ടുണ്ട്. ലൈംഗികാതിക്രമണ കേസുമായി ബന്ധപ്പെട്ട് നടൻ സിദ്ദിഖിനെയും മുകേഷിനെയും വാർത്തയ്ക്ക് വലിയ പ്രാധാന്യം നൽകുന്നു മാധ്യമം. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയായി മാധ്യമം നൽകിയിട്ടുള്ളത് പൂരം അലങ്കോലപ്പെടൽ വിശദ അന്വേഷണത്തിന് ശിപാർശ എന്നുള്ള വാർത്തയാണ്. ശിപാർശ എന്നാണ് മാധ്യമം നൽകുക. ശിപാർശ എന്നതാണ് മാധ്യമത്തിന്റെ ഹാൻഡ്ബുക്ക് ശൈലി. ADGPയുടെ റിപ്പോർട്ട് വിയോജനക്കുറിപ്പോടെ DGP മുഖ്യമന്ത്രിക്ക് വിട്ടു എന്നുള്ള വാർത്ത വലിയ പ്രാധാന്യത്തോടു കൂടി മാധ്യമം നൽകുന്നു. വലതുഭാഗത്ത് മറ്റ് മാധ്യമങ്ങളൊന്നും ചർച്ച ചെയ്യാത്ത, കൊടുത്തിട്ടില്ലാത്ത ഷുഹൈബ് വധം CBI അന്വേഷണമില്ല, മാതാപിതാക്കളുടെ ഹർജി സുപ്രീം കോടതി തള്ളി എന്നുള്ള വാർത്ത വലതുഭാഗത്ത് ചെറുകോളത്തിൽ നൽകുന്നു മാധ്യമം. ഇടതുഭാഗത്ത് ഹരിണി അമരസൂര്യ ശ്രീലങ്ക പ്രധാനമന്ത്രിയാകുമെന്നുള്ള വാർത്തയും നൽകിയിട്ടുണ്ട്. ഇനി ദീപികയിലേക്ക് വരുമ്പോൾ ദീപിക മറ്റു പത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ഭാഗം കൂടി ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചതിൽ സർക്കാരിന് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം എന്നുള്ള വാർത്തയാണ്. അതായത് പ്രതിപക്ഷമടക്കം ഉന്നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരോപണം സർക്കാർ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചു എന്നുള്ളതാണ്. ഹൈക്കോടതിയും അത് ശരിവെക്കുന്നു. ഹൈക്കോടതിയും സർക്കാരിൻ്റെ രൂക്ഷ വിമർശനമാണ് അതിൽ ഉന്നയിച്ചിട്ടുള്ളത്. അതിനോടൊപ്പം തന്നെ രേഖപ്പെടുത്തിയിട്ടുള്ള മറ്റ് പ്രധാനപ്പെട്ട വാർത്ത നിഗൂഢ നിശബ്ദത എന്ന തലക്കെട്ടോടുകൂടി സിദ്ദിഖുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. വലതുഭാഗത്ത് മുകേഷിനെ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടു എന്നുള്ള വാർത്തയും നൽകുന്നുണ്ട്. അറസ്റ്റ് നീക്കം സിദ്ദിഖിനായി വ്യാപക തെരച്ചിൽ എന്നതും വലിയ പ്രാധാന്യത്തോടുകൂടി ദീപിക ആധിപത്യം നൽകുന്നു. ബെയ്റൂട്ടിൽ ഇസ്രായേൽ വ്യോമാക്രമണം, ഹിസ്ബുള്ള കമാൻഡർ കൊല്ലപ്പെട്ടു എന്ന വാർത്ത മറ്റൊരു പ്രധാനപ്പെട്ട കോണിൽ ദീപിക നൽകുന്നു. മുകേഷിന്റെ അറസ്റ്റ് വിവരം സ്പീക്കറെ പോലീസ് അറിയിച്ചില്ല എന്നുള്ള വാർത്തയും ചെറുകോളത്തിൽ ദീപിക ആധിപത്യം നൽകുന്നുണ്ട്. അതായത് മുകേഷ് MLA ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുമ്പോൾ സ്പീക്കറെ 24 മണിക്കൂറിനുള്ളിൽ അറിയിക്കണമെന്നുള്ളൊരു ചട്ടമുണ്ട്. ആ ചട്ടപ്രകാരം ഇതുവരെ പോലീസ് അറിയിച്ചിട്ടില്ല. എന്നാൽ ഇന്ന് രാവിലെ അത് അറിയിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് ആ വാർത്തയിൽ പറയുന്നത്. പൂരം കലക്കൽ ADGPയുടെ റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് കൈമാറി, ഭാഗ്യ ഇടപെടൽ ഗൂഢാലോചനയോ നടന്നിട്ടില്ലെന്ന് റിപ്പോർട്ട്. അങ്ങനെയാണ് ദീപിക ADGPയുമായി ബന്ധപ്പെട്ട തൃശ്ശൂർ പൂരം അലങ്കോലപ്പെട്ടതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടിൽ സംബന്ധിച്ചുള്ള വാർത്ത നൽകിയിട്ടുള്ളത്. എന്നാൽ അതിലെവിടെയും, അതായത് ദീപിക രേഖപ്പെടുത്തിയ വാർത്തയിൽ എവിടെയും DGPക്ക് അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടിൽ പരിപൂർണത തോന്നുന്നില്ല, അല്ലെങ്കിൽ അതിൽ വിയോജിപ്പുണ്ടോ എന്നുള്ള ഭാഗം നൽകുന്നില്ല. ഇനി മലയാള മനോരമയിലേക്ക് വരുമ്പോൾ പീഡന കേസുകൾ നടപടിയുമായി കോടതിയും പോലീസും ക്ലൈമാക്സിലേക്ക് എന്ന തലക്കെട്ടാണ് മലയാള മനോരമ നൽകിയിട്ടുള്ളത്. സിദ്ദിഖിനായി തിരച്ചിൽ എന്ന തലക്കെട്ടോടുകൂടി സിദ്ദിഖുമായി ബന്ധപ്പെട്ട വാർത്ത, മുകേഷ് അറസ്റ്റിൽ ജാമ്യത്തിൽ വിട്ടു എന്ന തലക്കെട്ടോടുകൂടി മുകേഷുമായി ബന്ധപ്പെട്ട വാർത്ത, സർക്കാരിന്റെ മൗനം ദുരൂഹം, രൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി എന്ന ചെറുകോളത്തിൽ ദീപികയ്ക്ക് ശേഷം മലയാള മനോരമയും ആ വാർത്ത പ്രാധാന്യത്തോടുകൂടി നൽകുന്നു. പൂരം നടത്തിപ്പ് വിദേശാന്വേഷണത്തിന് ശുപാർശ, ADGPക്ക് വീഴ്ച എന്ന DGP, മാധ്യമം ശുപാർശ എന്ന പറഞ്ഞ വാക്ക് ഇവിടെ ശുപാർശ എന്നാണ് മലയാള മനോരമ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതിനോടൊപ്പം തിരുവമ്പാടിയുടെ നടപടികൾ സംശയാസ്പദമെന്ന് ADGP പറഞ്ഞതും ആ വാർത്തയിൽ നൽകുന്നുണ്ട്. ഗവർണറെ ശരിവെച്ച് കോടതി സിദ്ധരാമയ്യക്ക് തിരിച്ചടി എന്ന തലക്കെട്ടോടുകൂടി ഭൂമിയിടപാട് ആരോപണത്തിൽ കുറ്റവിചാരണ അനുവദിച്ച് ഗവർണർ നടപടി ചോദ്യം ചെയ്യുന്ന മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ ഹർജി ഹൈക്കോടതി തള്ളിയ വാർത്ത വലിയ പ്രാധാന്യത്തോടെ നൽകുന്നു. യുവാവിനെ കൊലപ്പെടുത്തി പരുക്കേറ്റുന്ന വ്യാജന ആംബുലൻസിൽ കയറ്റിവിട്ട വാർത്ത, തൃശ്ശൂരിൽ നടന്ന വാർത്തയും മലയാള മനോരമ ആധിപത്യത്തിൽ രേഖപ്പെടുത്തുന്നു. കുഞ്ചുക്കുറുപ്പ് എന്ന മലയാള മനോരമയുടെ കാർട്ടൂൺ പരമ്പരയിൽ ഇന്ന് EP ജയരാജൻ വീണ്ടും പാർട്ടി വേദിയിൽ എന്ന വാർത്തയുമായി ബന്ധപ്പെട്ട കാർട്ടൂണാണ് നൽകിയിട്ടുള്ളത്. ചിലപ്പോഴൊക്കെ വർക്ക് ഫ്രം ഹോമും ആവാം എന്നുള്ളതാണ് ആ കാർട്ടൂണിന്റെ തലക്കെട്ട്. ജന്മഭൂമിയിലേക്ക് വരുമ്പോൾ ജന്മഭൂമി ഇന്ന് വലിയ പ്രാധാന്യത്തോടുകൂടി നൽകിയിട്ടുള്ള വാർത്ത ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട വാർത്ത തന്നെയാണ്. അതിൽ ഇടതുഭാഗത്ത് മുൻകൂർ ജാമ്യമില്ല, സിദ്ദിഖ് കുടുങ്ങിയെന്ന തലക്കെട്ടോടുകൂടി സിദ്ദിഖുമായി ബന്ധപ്പെട്ട വാർത്ത. എന്നാൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യത്തോട് നൽകിയിട്ടുള്ളത് BJP RSS അനുഭാവമുള്ള പത്രമായ ജന്മഭൂമി ഇന്ന് വലിയ പ്രാധാന്യത്തോട് നൽകിയിട്ടുള്ളത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സർക്കാരിനെതിരെ ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനവുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. സർക്കാരിന്റെ മൗനം ദുരൂഹം, ഹൈക്കോടതിയുടെ വാക്കുകളാണ് ജന്മഭൂമി ഇന്ന് പ്രാധാന്യത്തോടുകൂടി ആധിപത്യം നൽകിയിട്ടുള്ളത്. മുകേഷിന്റെ വാർത്തയ്ക്ക് ഇടതുഭാഗത്ത് താഴെ ചെറിയ പ്രാധാന്യം നൽകുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയാണ് നൽകിയിട്ടുള്ളത് കോൺഗ്രസിന് വൻ തിരിച്ചടി, 55 കോടിയുടെ അഴിമതി കേസിൽ സിദ്ധരാമയ്യ വിചാരണ നേരിടണമെന്ന് ഹൈക്കോടതിയുടെ ഉത്തരവുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. മറ്റൊന്ന് ആവശ്യത്തിന് സംവിധാനങ്ങളില്ലാതെ ബാലാവകാശ കമ്മീഷൻ
എന്ന സർക്കാരിനെ എതിർത്തുകൊണ്ടുള്ള ഒരു വാർത്ത. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, കാണാതായിട്ട് 70 ദിവസം അർജുനായുള്ള തിരച്ചിലിന് കാലാവസ്ഥ വെല്ലുവിളി എന്നുള്ള വാർത്തയാണ്. ആദ്യ പേജിൽ കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട വാർത്തയും ജന്മഭൂമി നൽകിയിട്ടുണ്ട്. ഭാരതത്തിന്റെ സമാധാന ശ്രമങ്ങൾക്ക് നന്ദി അറിയിച്ച് ഉക്രൈൻ എന്നുള്ള വാർത്തയാണ് നൽകിയിട്ടുള്ളത്. അമൃത് കീർത്തി പുരസ്കാരം പ്രൊഫസർ വി മധുസൂദൻ നായർക്ക് എന്നുള്ള വാർത്തയും ജന്മഭൂമി ആദ്യ പേജിൽ നൽകുന്നു. ഇനി ദേശാഭിമാനിയിലേക്ക് വരുമ്പോൾ, ദേശാഭിമാനി സ്വാഭാവികമായും സർക്കാർ അനുകൂല പത്രമാണ്, ഇടത് മുഖപത്രമാണ്. ദേശാഭിമാനിയിൽ ഇന്ന് വലിയ പ്രാധാന്യത്തോടു കൂടി നൽകിയിട്ടുള്ളത് ആംബുലൻസ് നിരക്ക് ഏകീകരിച്ചു എന്ന സർക്കാരിൻ്റെ ഇടപെടലുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. വലതുഭാഗത്ത് മുൻകൂർ ജാമ്യാപേക്ഷ തള്ളി സിദ്ദീഖിനായി ലുക്കൌട്ട് നോട്ടീസ് എന്ന വാർത്തയ്ക്ക് വലിയ പ്രാധാന്യം നൽകുന്നു ദേശാഭിമാനി. എന്നാൽ അവിടെ ഏറ്റവും ശ്രദ്ധേയം, നടനും MLA-യുമായ മുകേഷിനെ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടയച്ച വാർത്തയ്ക്ക് വളരെ ചെറിയ പ്രാധാന്യം, ചെറിയ കോളത്തിൽ മുകേഷിനെ അറസ്റ്റ് ചെയ്ത് വിട്ടയച്ചു എന്ന തലക്കെട്ടോടു കൂടി മാത്രമാണ് ദേശാഭിമാനി നൽകിയിട്ടുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയെ ദേശാഭിമാനി നൽകിയിട്ടുള്ളത് കടന്നാക്രമിച്ച് ഇസ്രായേൽ ലെബനൻ കത്തുന്നു, മരണം 560 എന്നുള്ള വാർത്തയാണ്. അതേ നിരയിൽ ഇടതുഭാഗത്ത് വിവിധ വിഭാഗങ്ങളിൽ മിന്നി കേരള സ്കൂളുകൾ, നടക്കാവ് ഗവൺമെൻറ് HSS രാജ്യത്തെ മികച്ച 2ാമത്തെ സ്കൂൾ എന്ന തലക്കെട്ടോടുകൂടി നടക്കാവ് ഗവൺമെൻറ് NHSS രാജ്യത്തെ മികച്ച 2ാമത്തെ സ്കൂളായി തിരഞ്ഞെടുത്ത വാർത്തയ്ക്കും വലിയ പ്രാധാന്യം നൽകുന്നു. ഇങ്ങനെയാണ് ഓരോ പത്രങ്ങളും ഓരോ വാർത്തകളും രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഓരോ വാർത്തകൾക്കും അവരുടെ സ്വഭാവത്തിനും രാഷ്ട്രീയത്തിനും അനുസരിച്ച് ഓരോ മുഖങ്ങളാണ്, ഓരോ തലങ്ങളാണ്. നാളത്തെ പ്രധാനപ്പെട്ട വാർത്തകളും ഏത് തരത്തിൽ ആ വാർത്തകൾ രേഖപ്പെടുത്തുന്നുവെന്നും പരിശോധിക്കാം. അതുവരെ നന്ദി, നമസ്കാരം.